വെള്ളത്തിൽ നിന്ന് വെള്ളമടിക്കാൻ എന്താ സുഖം അല്ലേ? കിളികളുടെ സംഗീതവും പുഴയുടെ ഇളം തെന്നലും, ഹാ എന്താ സുഖം. ഓ എന്താ സാഹിത്യം. ആൽവിനെ, നീ ഫിറ്റായോ? അയ്യോ റിയ, ഡാ മിണ്ടല്ലേ മിണ്ടല്ലേ. ഹലോ, ഞാനിവിടെ ഉണ്ട്, ഇവിടെ തന്നെ. പിന്നെ വീട്ടിൽ? ഏയ്, വീട്ടിൽ കുറച്ച് കപ്പ നടാനുണ്ടായിരുന്നു, അതുകൊണ്ട് നിന്നോ കറക്കം. ആ ഞാൻ വിളിക്കാം. ആ ഇന്ന് തന്നെ പോയേക്കാം. സെക്കൻഡ് ഷോയ്ക്കാണോ? ആ എന്നാൽ ശരി. അപ്പം ഞാൻ വെക്കുവാണേ, കുറച്ച് കപ്പ നടാനുണ്ടായിരുന്നു. തിരക്കാ. ഓക്കെ, ലവ് യു, ബൈ. ഹോ, കമ്പനി കൂടുവാണെന്ന് ചോദിച്ചു. ഫോണിൽ കൂടെ മണത്തറിയാവള്. ഹോ ജോസഫേ, നീ എന്നാടാ മരമണ്ടനും ഒരു പെണ്ണുണ്ണിയായി പോയത്? പ്രേമിക്കുന്നവരൊക്കെ മണ്ടന്മാരാണോ ആൽബിനെ? പ്രേമിക്കുന്നവരൊന്നും മണ്ടന്മാരല്ല, പക്ഷെ നീ ഒരു മണ്ടനാണ്, കാരണം അവൾ നിന്നെ പ്രേമിക്കുന്നില്ല. ആൽബിനെ, നീ വെറുതെ എൻ്റെ മൂഡ് കളയാൻ നിൽക്കല്ലേ, പറഞ്ഞേക്കാം. എൻ്റെ പൊന്ന ആൽബിനെ ഒന്ന് മിണ്ടാതിരിക്കാമോ? ഡാ ഞാൻ മിണ്ടും. നീ പരിശുദ്ധിയായി കൊണ്ടു നടക്കുന്നവളുണ്ടല്ലോ റിയ, അവൾ ഒരു വഞ്ചികയാണ്. നീ അവൾക്ക് വെറും ടൈം പാസ് മാത്രം. സംശയമുണ്ടോ നിനക്ക്? സംശയമുണ്ടോ? എങ്കിൽ നീ വിളിച്ചതാ. ഇതാ എൻ്റെ മൊബൈൽ ഫോൺ. അവൾ എന്തു പറയുമെന്ന് നമുക്ക് നോക്കാം. ഇതെന്താണത്? ഒന്ന് വനങ്ങാണ്ടിരിക്കും. നീ വിളിച്ച് ലൗഡ് സ്പീക്കറിലിട്ട് എനിക്കിങ്ങ് താ, ഞാൻ ഇപ്പം തന്നെ ഇത് തെളിയിക്കാം. എന്നാ ഇപ്പൊ എന്തു പറ്റി ഫോൺ എടുക്കാൻ? ജോസഫ് ഇല്ലെന്ന് അറിഞ്ഞല്ലോ. അപ്പോ ഓ, ജോസഫ് വീട്ടിൽ കപ്പ നടുകയാണ്, ഞാൻ വിളിച്ചായിരുന്നു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നീ അവനെ കല്യാണം കഴിക്കുമോ? അവൻ മുടിഞ്ഞ സീരിയസ് ആണ് കേട്ടോ. അവനെ എന്റെ പട്ടി കിട്ടും. കോളേജിൽ ഓസിന് സിനിമയ്ക്ക് പോകാനും ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് അടിക്കാനും നമ്മുടെ ദേഹത്ത് പോലും തൊടില്ല എന്നുറപ്പുള്ള ഒരു പഞ്ചപാവം ചെറുക്കനെ വേണമായിരുന്നു. അത്രേ ഉള്ളൂ അവൻ. കോളേജ് ലൈഫ് തീർന്നു, അവനും തീർന്നു. പിന്നെ നീ ഇതൊന്നും ചെന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞേക്കരുത്, എന്റെ കഞ്ഞിയിൽ പാറ്റിയിടരുത്. എങ്കിൽ പിന്നെ നിനക്ക് നേരിട്ട് വിളിച്ച് ബ്രേക്കപ്പ് ആയ കാര്യം പറഞ്ഞൂടെ? നെക്സ്റ്റ് മന്ത് ഞാൻ കാനഡയ്ക്ക് പോകും PG ചെയ്യാൻ. പിന്നെ ഒരു കോണ്ടാക്ട് ഞങ്ങൾ തമ്മിൽ ഉണ്ടാകില്ല, അതുവരെ ഒരു അഡ്ജസ്റ്റ്മെന്റ്. ഡാ പന്നി. എടാ വിടടാ. എടാ ജോസഫേ, പോവല്ലേടാ ജോസഫേ. നീ എന്താടേ കാണിച്ചത്? അവൻ പിണങ്ങിപ്പോയില്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യും? ശേ, നീ എന്തിനാ ഇതൊക്കെ പറയാൻ പോയത്? ഡാ, അവൾ ജോസഫിനെ ചതിക്കുവാണെന്ന് നിനക്കറിയില്ലേ, നിനക്കും അറിയില്ലേ? എന്നിട്ട് നമ്മൾ ആരെങ്കിലും അവനോട് ഈ കാര്യം പറഞ്ഞോ? സ്വന്തം കൂട്ടുകാരനെ മനഃപൂർവ്വം ചതിക്കാൻ നമുക്കാവുമോ? ഇനിയെങ്കിലും അവൻ ഇതൊക്കെ അറിയണം. പക്ഷെ അവൻ പോയില്ലേ, ഇനി അവൻ നമ്മുടെ കൂടെ കൂടുന്നു തോന്നുന്നുണ്ടോ? അവൻ വരും, ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ. ഞാൻ പറഞ്ഞത് അവന്റെ നന്മയ്ക്ക് വേണ്ടിയാ. ഇനി അവൻ ഒഴിച്ചു തരുന്നത് ഞാൻ എൻ്റെ ചുണ്ടോട് ചേർക്കുള്ളൂ. ഐ വോണ്ട് ഡിവോഴ്സ്. നിങ്ങളുടെ വേലക്കാരിയെ പോലെ ഇവിടെ ജീവിക്കാൻ എനിക്ക് വയ്യ. എനിക്ക് എന്റേതായ സ്വപ്നങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. ഭർത്താവിന്റെ കാൽച്ചുവടുകൾക്കപ്പുറം ഒരു ഭാര്യയ്ക്ക് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടാകുവാൻ പാടില്ല. നിങ്ങളൊരു നുണയനാണ്. കല്യാണത്തിന് മുമ്പ് നിങ്ങൾ പറഞ്ഞു ജോലിക്ക് പോകാം, സ്ത്രീകൾ വീടിനുള്ളിൽ അടച്ചുപൂട്ടി കഴിയുന്നവരുടെ എതിർപ്പാണെന്ന്.
കല്യാണം കഴിഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു മക്കളുണ്ടാകട്ടെ എന്ന്. മോനുണ്ടായപ്പോൾ പറഞ്ഞു അവൻ വലുതാവട്ടെ, സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ നിനക്ക് ജോലിക്ക് പോവാന്ന്. ഇപ്പൊ നിങ്ങൾ അവന്റെ ഭാവിയെ പറ്റി പറയുന്നു. ഭർത്താവിന്റെ കാൽച്ചുവട്ടിൽ അവസാനിക്കാനല്ല ഞാൻ പഠിച്ചത്, റാങ്ക് മേടിച്ചത്. എനിക്കറിയാം എന്റെ കഴിവിലുള്ള നിങ്ങളുടെ അസൂയ, നിങ്ങളെക്കാൾ ഉയരത്തിൽ ഞാൻ എത്തിച്ചേരുമോ എന്ന ഭയം. പക്ഷേ അതിനെന്നെ കിട്ടില്ല. അങ്ങനെയെങ്കിൽ അങ്ങനെ എന്നെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ഭാര്യയാണ് എനിക്ക് വേണ്ടത്. അങ്ങനെയാവാൻ കഴിയില്ലെങ്കിൽ നിനക്ക് പോകാം, ഈ വീട് വിട്ട് എങ്ങോട്ട് വേണമെങ്കിലും. ആര് പോകണം? ഞാനോ? ഈ വീട് എന്റെ പേർക്കുള്ളതാണ്, എന്റെ ഡാഡി എനിക്ക് തന്നത്. പോകേണ്ടത് നിങ്ങളാണ്. പോകാം, ഞാൻ തന്നെ പോയേക്കാം. എൻ്റെ 6 മാസത്തെ ശമ്പളം വേണ്ട ഇതിലും വലുതോർണം ഉണ്ടാക്കാൻ. ഹലോ, ഓഡിയോ ക്ലിയർ അല്ലേ? ഞങ്ങളുടെ അടുത്ത ടോക്കൺ. ഞാൻ റൂമിനുള്ളിൽ കയറിയതിന് ശേഷം മാത്രമേ ക്യാമറ ഓൺ ചെയ്യൂ. പറ്റൂ. ഇന്ന് രാത്രി ന്യൂസ് നൈറ്റിൽ ബ്രേക്കിംഗ് ന്യൂസായിട്ട് കൊടുക്കാം. ഓക്കെ, ബൈ. സാറേ, ഇത് പ്രശ്നമാകുമോ? അവസാനം ഞാൻ ജയിലിൽ കിടക്കേണ്ടി വരുമോ? ഒന്നുമില്ലടോ, ഇതൊക്കെ ഞങ്ങൾ വളരെ സൂക്ഷ്മതയോടെ ചെയ്യുന്ന കാര്യങ്ങളാണ്. തനിക്ക് പറഞ്ഞ കാശ് തന്നില്ലേ, അത് പോരെ. ടോക്കൺ നമ്പർ 47. വരൂ. പറഞ്ഞോളൂ. കാഴ്ചക്കുറവ് കണ്ണിന് തിമിരത്തിൻ്റെയാണെന്ന് തോന്നുന്നു. എന്നാൽ പിന്നെ ഇങ്ങ് വരണ്ടായിരുന്നല്ലോ. രോഗം സ്വയം കണ്ടുപിടിച്ച സ്ഥിതിക്ക് സ്വയം അങ്ങ് ചികിത്സിച്ചാൽ പോരായിരുന്നു. അല്ല ഡോക്ടറെ, ഞങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അവരാ പറഞ്ഞ തിമിരമാണെന്ന്. അവിടെ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ഭയങ്കര പൈസയാവും. ഓ, അത് ശരി. മിസ്റ്റർ ജോയി, ഇവിടെ തിമിര ശസ്ത്രക്രിയ തികച്ചും സൗജന്യമാണ്. പക്ഷേ ഒരു ഡേറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞതൊരു 6 മാസമെങ്കിലും പിടിക്കും. ഒന്ന് നേരത്തെ ആക്കി തരണം. ഓ, നോ പ്രോബ്ലം. പക്ഷേ അതിന് കുറച്ച് ചിലവുണ്ട്. മനസ്സിലായി കാണുമല്ലോ അല്ലേ? അപ്പോൾ ഫ്രീ ആണെന്ന് പറഞ്ഞിട്ടോ? പൂർണ്ണമായിട്ട് സൗജന്യമാണ്. അതായത് ഈ പബ്ലിക് ഹെൽത്ത് സെൻ്ററിലേക്ക് ഒരു സന്നദ്ധ സംഘടനയായിട്ട് ചേർന്ന് സ്പോൺസർ ചെയ്യുന്നതാണ്. ശരിക്കും അവരാണ് സ്പോൺസർ ചെയ്യുന്നത്, സന്നദ്ധ സംഘടനയാണ് സ്പോൺസർ ചെയ്യുന്നത്. നമ്മൾ ഈ ഹെൽത്ത് സെൻ്ററിൽ വെച്ച് ചെയ്തു കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഡേറ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ. അത് 6 മാസം കഴിഞ്ഞ് നമുക്ക് ഡേറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഡേറ്റ് നേരത്തെ ആക്കി തരണമെന്നുണ്ടെങ്കിൽ ജോയി എനിക്ക് കുറച്ച് കാശ് തരണം. അത് കൈക്കൂലിയൊന്നും അല്ല, ഒരു പ്രത്യുപകാരം അത്രേ ഉള്ളൂ. നമ്മൾ ഡേറ്റ് നേരത്തെ ആക്കി തരുമ്പോൾ അതിനുള്ള ഒരു പ്രത്യുപകാരം. അപ്പോൾ ജോയി എനിക്കൊരു 5000 രൂപ. ഇതിനുള്ള പണി ജോയി തനിക്ക് ഞാൻ പിന്നെ തരാൻ കേട്ടോ. സ്കൗണ്ടറൽ, നീ ഏത് ചാനലിൽ നിന്നാടാ? സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കള്ളക്കേസിൽ കൊടുക്കുവാനാണ് നിന്റെ പരിപാടി. നിനക്കുള്ള പണി ഞാൻ തരുന്നുണ്ട്. സത്യം പറടാ, നീ ഏത് ചാനലിൽ നിന്നാ? സാറേ, എനിക്കൊന്നും അറിയില്ല. ഞാൻ നിരപരാധിയാണ്, എന്നോട് ക്ഷമിക്കണം. നേഴ്സ്, ഇന്നത്തെ OP ബഹിഷ്കരിക്കുന്നു. മാധ്യമപ്രവർത്തകർ സർക്കാർ ഡോക്ടർമാരെ വേട്ടയാടുന്നു. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ലേ? ഇനി OP ഇല്ല. ഈസ് ഇറ്റ് ക്ലിയർ? ഓ നാശം, മുടിയാനായിട്ട്. എന്തൊരു വരുവാടോ താൻ വന്നേ? ആർക്ക് വൈകുളിക മേടിക്കാൻ പോണു താൻ? ഓഹോ, റോങ് വന്നതും പോരാ, എന്നിട്ട് എന്നെ പേടിപ്പിക്കുന്നോ നീ? ഈ വളവിൽ തനിക്ക് ഓണെങ്കിൽ അടിച്ചൂടെ? മര്യാദയ്ക്ക് പൈസ തന്നിട്ട് പോയാൽ മതി. എന്നാ പോലീസ് വരട്ടെ. എന്നടാ ജോസഫേ പ്രശ്നം? ഒന്നുമില്ലടാ, ഇയാളുടെ ഒരു ചൊറ. കൈയൊക്കെ മുറിഞ്ഞല്ലോടാ ജോസഫേ. തന്റെ മുഖത്ത് എന്താടോ, കണ്ണില്ലേ? കണ്ണുള്ളതുകൊണ്ട് തന്റെ ഫ്രണ്ട് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഒരുപാട് ചിലക്കാണ്ട് മര്യാദയ്ക്ക് കാശ് എടുക്കണു. പോലീസ് വരട്ടെ. പോലീസും വേണ്ട, ഒന്നും വേണ്ട. ഇയാൾ കാശ് തരൂലോ. തരില്ല. നീ എന്നാ ചെയ്യും? കാണണോ? തനിക്ക് ഞാൻ എന്നാ ചെയ്യണേന്ന് കാണണോ?
3 വയസ്സുകാരന് അപകടത്തിൽ കാഴ്ച നഷ്ടമായി. മൂവാറ്റുപുഴയിൽ ഇന്നലെ കാറും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തെ തുടർന്ന് പരിക്കേറ്റ 3 വയസ്സുകാരന് കാഴ്ച നഷ്ടമായി. അപകടത്തെ തുടർന്ന് ബൈക്ക് യാത്രികന്റെ സുഹൃത്തും കാർ യാത്രക്കാരനും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും കോപാകുലനായ സുഹൃത്ത് കാറിന്റെ ചില്ല് കല്ലെറിഞ്ഞ് തകർക്കുകയുമായിരുന്നു. ഈ സമയം കാറിന്റെ മുൻ സീറ്റിലിരിക്കുകയായിരുന്ന കുട്ടിയുടെ കണ്ണിലേക്ക് ഈ ചില്ല് കഷ്ണങ്ങൾ തറച്ചു കയറി. ഉടനെ കുട്ടിയെ അടുത്തുള്ള താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഡോക്ടർ ചികിത്സ നിഷേധിക്കുകയായിരുന്നുവെന്ന് കുട്ടിയുടെ ബന്ധുക്കൾ ആരോപിച്ചു. തുടർന്ന് കുട്ടിയെ മറ്റൊരു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പ്രാഥമിക ചികിത്സ ലഭിക്കാത്തതിനാൽ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുകയായിരുന്നു. എമർജൻസി കേസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇനി നോപ്പിയില്ല.